എന്താ തമാശ എല്ലാം നിരാശ എന്താ മേശ നൂലാമാല. നമസ്കാരം. അഫ്സൽ എന്ന് പറയുന്ന അക്കു ഒരു പാട്ട് പാടി വൈറലായത് നമ്മളൊക്കെ കണ്ടതാണ്. അതിന്റെ കൂടെ മറ്റൊരു പെൺകുട്ടി കൂടെ വൈറലായിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് അഫ്സൽ ഒരു ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിൽ അഫ്സൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യം എന്തായാലും നമുക്ക് ആ പാട്ടിന്റെ കുറച്ച് ഭാഗങ്ങൾ കേട്ടിട്ട് നമുക്ക് ആ വിഷയത്തേക്ക് പോകാം. എന്തായാലും ഒന്ന് കണ്ടോക്കി. എന്താ തമാശ എല്ലാം നിരാശ എന്താ മേശ നൂലാമാല. ಮಂದಾಗಿನಿ ಒನಾಗುಮೋ ಚಂದಾಮೆರೆ ಎಂದಾಮೆರೆ ಕಂಡಾಲಿನಿ ಕೊಂಡಾಡುಮೋ പിന്നാലെ ഞാൻ വന്നാലുവേ മന്ദാകിനി ഒന്നാകുമോ ചന്താമരേ എന്താമരേ. എന്ത് നല്ല പാട്ട്, ആരായാലും ആസ്വദിച്ചു പോകും. ഞാൻ തന്നെ ഒരുപാട് പ്രാവശ്യം ആ പാട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. കാരണം അവൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് അത്രത്തോളം ക്വാളിറ്റിയിൽ നല്ല ഉഷാറായിട്ട് അവനത് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ അവൻ്റെ ഡാൻസും എല്ലാം കൊണ്ടും ഒരു ഒന്നൊന്നര ഡാൻസുമായിരുന്നു, ഒരു ഒന്നൊന്നര പാട്ടുമായിരുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്. പക്ഷെ അവർക്കെതിരെ വരുന്ന സൈബർ അറ്റാക്കുകൾ അല്ലെങ്കിൽ സൈബർ ഇടത്തിൽ അവർക്കെതിരെ വരുന്ന കമൻറ്റുകൾ, വളരെ മോശപ്പെട്ട കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് അവർ പറയുന്നുണ്ട്, ആ പെൺകുട്ടി ഉൾപ്പെടെ പറയുന്നുണ്ട്. എന്തായാലും നമ്മളുടെ നാട്ടിലെ ആളുകളുടെ സംസ്കാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. എനിക്ക് പറയാനുള്ളത്, അവർ പാടിയിട്ടുള്ളത് നല്ല ഒരു പാട്ടാണ്. ആ പാട്ടിൽ എന്ത് നെഗറ്റീവ് കമൻ്റാണ് നിങ്ങൾക്കൊക്കെ ചെയ്യാനുള്ളത്? അത് ആസ്വദിച്ച് പോകുക എന്നല്ലാതെ അതിലൊക്കെ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ആളുകളെ, നിങ്ങളുടെയൊക്കെ മനസ്സ് എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര മനസ്സ് തന്നെയാണ്. എന്തായാലും ഒരു പറയണമെന്ന് കേട്ടോ. അബൽമ എന്താ ചെയ്യുന്നത്? ഞാൻ പ്ലസ് ടു സ്റ്റുഡൻ്റ് ആണ്. പ്ലസ് ടു സ്റ്റുഡൻ്റ് ആണല്ലേ. ആ പാട്ട് നന്നായി ആസ്വദിച്ചോ? അന്ന് ആസ്വദിച്ച ഒരു നല്ല പാട്ട് കേട്ടാൽ ആരാലും ആസ്വദിച്ചു പോകും അല്ലേ? അത് ഇവളോട് നമ്മൾ തന്നെ പറഞ്ഞതാണ്, പേര് എവിടെ മെൻഷൻ ചെയ്യരുത്, എവിടെ പോയിട്ടും കമന്റിന് റിപ്ലൈ കൊടുക്കരുത്. കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യണം. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇവരെ ദുരുപയോഗം ചെയ്യപ്പെടും. ഉമ്മയാണ് കൂടെ ഉള്ളത്. ഇവർ പ്ലസ് ടു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഞങ്ങളെ സ്നേഹതീരത്തിന്റെ ഒഫീഷ്യൽ വളണ്ടിയർ ആണ് ഞങ്ങൾ. അതിലുപരി ഞങ്ങൾ തമ്മിൽ യാതൊരു കാര്യങ്ങളും ഇല്ല. അപ്പൊ കേട്ടില്ലേ, അവര് തമ്മിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവള് കൊണ്ടുപോയി അവനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ കമന്റ് ഇട്ടിരുന്നു. അപ്പൊ ആ ആളുകളോട് പറയാനുള്ളത്, അവര് വെറും ജസ്റ്റ് സുഹൃത്തുക്കൾ മാത്രമാണ്. അതായത് സ്നേഹതീരം എന്ന് പറയുന്നതിന്റെ വളണ്ടിയർമാരാണ് അവര്, അല്ലാതെ മറ്റൊന്നുമല്ല. അപ്പൊ അതിന്റെ ഒക്കെ അടിയിൽ വരുന്ന കമന്റുകള്, അവള് അവനെ വിടാതെ നോക്കുന്നു, അവള് അവനെ കൊണ്ടുപോയി അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ്. എന്തായാലും ആ കുട്ടിയുടെ വയസ്സും പ്രായവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുകൂടെ നമുക്കൊന്ന് കേട്ടു വെക്കാം. എന്തായാലും നിങ്ങളുടെ ഒക്കെ മനസ്സ് ഒരു ഒന്നൊന്നര മനസ്സ് തന്നെയാണെന്നാണ് പറയാനുള്ളത്. എന്തായാലും കേട്ടു വെക്കാം. ഇവിടെ ഇന്നലെ ഒരു ഫോട്ടോ സ്റ്റോറി ഇട്ടിരുന്നു, ഞാനിവളും കൂടി നിൽക്കണേ ഒരു ഫോട്ടോ സ്റ്റോറി ഇട്ടപ്പോൾ ആ സ്റ്റോറി എടുത്ത് എല്ലാവരും ഇപ്പോൾ പോസ്റ്റ് ആക്കിയിട്ട് എന്താണ് ബനാന ഫെയിമിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കമന്റ്സ് ഇവര് ക്രഷാണോ, ഇവര് ഇഷ്ടത്തിലാണോ, അങ്ങനെയൊക്കെ കല്യാണം കഴിഞ്ഞതാണോ, കുട്ടിക്ക് കല്യാണം കഴിക്കേണ്ട പ്രായം കൂടി ആയിട്ടില്ല, പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അതും കൂടി എല്ലാവരും മനസ്സിലാക്കുക. മോശം രീതിയിലുള്ള കമന്റുകൾ നമുക്ക് പരമാവധി ഒഴിവാക്കി തരണം. ഞാൻ ഇതിൽ റിക്വസ്റ്റ് ചെയ്യുക നിങ്ങളോട്. മറ്റൊന്നും കൊണ്ടല്ല, ഏറ്റവും കൂടുതൽ ഞങ്ങളെ കാര്യവും നിങ്ങൾ വിട്ടോളി. നമ്മളെ സ്നേഹതീരം വളണ്ടിയർ വിങ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ കിൻഷിപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഡിസബിലിറ്റിയുള്ള ആളുകളെ അങ്ങനെ ഒരു രീതിയിൽ അവരെ അഭിസംബോധന ചെയ്യാൻ നമ്മൾക്ക് താല്പര്യമില്ല. നമ്മളെ സുഹൃത്തുക്കൾ, നമ്മോടൊപ്പം നമ്മളിൽ ഒരാളായിട്ട് കാണുന്ന വ്യക്തികളാണ് അവരൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പട്ടാമ്പിയിൽ നിന്നൊക്കെ ഇവിടെ വന്ന് സേവനം ചെയ്യുക, അല്ലെങ്കിൽ അവരെ കൂടെ നിന്ന് അവരെ സന്തോഷത്തിനനുസരിച്ച് നിൽക്കുക എന്ന് പറഞ്ഞ കുട്ടികളാണ് ഇവരൊക്കെ. അത്തരത്തിലുള്ള വന്നിട്ട് ഒരു പാട്ട് കേട്ട് അതിൻ്റെ പുറകിൽ നിന്ന് ഒന്ന് ആസ്വദിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ ആ കുട്ടി ചെയ്തത്. അപ്പോൾ അതിന് ദയവ് ചെയ്തിട്ട് മോശം രീതിയിലുള്ള കമൻറ്റുകൾ ഞങ്ങൾക്ക് ഒഴിവാക്കി തരണം, ഒരു റിക്വസ്റ്റ് ആയിട്ട് എടുക്കുക. പിന്നെ അതിലുപരി ഇതുവരെ എൻ്റെ ഫോളോവേഴ്സ് 3000 നിന്നും അത്രയും ഒരു 64K ആയിട്ടുണ്ട്. പിന്നെ 7 മില്യൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ സോഷ്യൽ മീഡിയ എല്ലാ ജനങ്ങൾക്കും എല്ലാവർക്കും ഒരുപാട് മനസ്സറിഞ്ഞ് ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ അതിൽ നിങ്ങൾ കണ്ടില്ലേ, ആ കുട്ടി എന്ന് പറയുന്നത് പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടിയാണ്. പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടിയുടെ മനസ്സ് നിങ്ങൾ നോക്കണം. അവിടെ സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അഫ്സൽ പാടിയ പാട്ട് നമ്മളെല്ലാവരും ആസ്വദിച്ചതാണ്. അതുപോലെ തന്നെ ആ സ്പോട്ടിൽ നിന്നുകൊണ്ട് ആ കുട്ടിയും ആസ്വദിച്ചു.
അതിനാണ് കുറെ ആളുകൾ നെഗറ്റീവ് കമന്റ് ഇടുന്നത്. ആ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്താ അറിയോ? ഉളുപ്പുണ്ടോ നിങ്ങൾക്കൊക്കെ എന്നാണ് ചോദിക്കാനുള്ളത്. ഏതൊരാളും സംഗീതം ആസ്വദിക്കാൻ കഴിയുന്ന ഏതൊരാളും ആസ്വദിച്ചു പോകും അഫ്സലിന്റെ പാട്ട്. അത്രയും ഗംഭീരമായിട്ട്, അത്രയും എന്താ പറയാ, ഈണത്തോട് കൂടിയിട്ട് വളരെ നല്ല രീതിയിൽ അഫ്സൽ ആ പാട്ട് പാടുകയും അതിനു കൂടെ ഡാൻസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ആരായാലും നോക്കിപ്പോവും. അത്ര തന്നെയാണ് ആ കുട്ടിയും അവിടെ ചെയ്തിട്ടുള്ളത്. അതിനാണ് ആ കുട്ടിയെ വളരെ മോശപ്പെട്ട രീതിയിൽ കമന്റ് ഇട്ടുകൊണ്ട് നിങ്ങളൊക്കെ രംഗത്ത് വരുന്നത്. ഇതിനൊക്കെ പറയുന്ന പേരെന്താണെന്ന് അറിയോ? ഞരമ്പ് രോഗം എന്ന് പറയും. ഞരമ്പ് രോഗം. അതാണ് നിങ്ങളുടെ ഒക്കെ പ്രശ്നം. പക്ഷെ അഫ്സലിനോടും ഈ കുട്ടിയോടും എനിക്ക് പറയാനുള്ളത്, ഇതിൽ ബഹുഭൂരിപക്ഷം ആളുകളും കമന്റ് ഇട്ടിട്ടുണ്ടാവുക ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നാവും. തന്തയും തള്ളയും തറവാടും ഇല്ലാത്ത, സ്വന്തം മുഖം പോലും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത, അതിനു പോലും ധൈര്യമില്ലാത്ത മൊണ്ണകളായിട്ടുള്ള ആളുകളാണ് ഈ വരുന്ന കമന്റുകൾക്കൊക്കെ ഉത്തരവാദികൾ. അല്ലെങ്കിൽ ഈ രീതിയിൽ കമന്റുകൾ ഇടുന്ന ആളുകൾ എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാണാൻ കഴിയും. എല്ലാ വീഡിയോസുകൾക്കടിയിലും ഏത് നല്ല വീഡിയോ ഇട്ട് കഴിഞ്ഞാലും മോശപ്പെട്ട വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതിനടിയിൽ നെഗറ്റീവ് വന്ന് പറയുന്ന കുറെ ഫേക്ക് കോളുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തന്തയും തള്ളയും തറവാടും ജനിപ്പിച്ചത് ആരാണെന്ന് പോലും അറിയാത്ത, മുഖം പോലും വെക്കാൻ ധൈര്യമില്ലാത്ത കുറച്ച് മൊണ്ണകളായിട്ടുള്ള ആളുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ. ആ ആളുകളാണ് ഈ ഫേക്ക് കമന്റിന്റെ ഒക്കെ പിറകിൽ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനത്തെ ആളുകളെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട. കാരണം തന്തയും തള്ളയും തറവാടും ഇല്ലാത്തവരെ എന്തിന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം? അവരെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമല്ല. അവരെ പാട്ടിന് വിടുക. കാരണം ഇതുപോലെയുള്ള പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ ചെയ്ത ആ സേവനം എന്ന് പറയുന്നത് അവിടെയുള്ള ആളുകൾക്ക്, അതിൽ ആ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തി പറയുന്നുണ്ട് അംഗവൈകല്യം ബാധിച്ച ആളുകൾ എന്ന് പറയുമ്പോൾ അഫ്സൽ അത് തിരുത്തുന്നുണ്ട്. അങ്ങനെയല്ല, അവരും നമ്മളുടെ കൂടെയുള്ള ആളുകളാണ് എന്ന്. എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. അംഗവൈകല്യം ഇല്ലാത്ത ആരാണ് ഭൂമിയിലുള്ളത്? ആരുമില്ല. ഒന്നല്ലെങ്കിൽ ഒന്ന് അംഗവൈകല്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എല്ലാ ആളുകൾക്കും ഉണ്ട് അംഗവൈകല്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ അംഗവൈകല്യം ബാധിച്ചവരെ നമ്മൾ മറ്റൊരു രീതിയിലേക്ക് മാറ്റി നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. അവരും നമ്മളെ കൂടെ കൂട്ടിക്കൊണ്ട്, നമ്മളെ കൂടെ കൂട്ടി അവരെയും നമ്മളിൽ ഒരാളായിട്ട് നമ്മൾ കാണണം, അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. അവരും നമ്മളെ പോലെ തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അഫ്സലിനെ പോലെയും ഈ കുട്ടിയെ പോലെയും മുന്നോട്ട് വരണം. അതാണ് ചെയ്യേണ്ടത്. അവര് അന്ന് അവിടെ പാടി എന്താ പറയാ രസിപ്പിച്ച് അവിടെയുള്ള ആളുകളുടെയൊക്കെ മനസ്സ് എത്രത്തോളം സന്തോഷിച്ചിട്ടുണ്ടാവും. കാരണം ആ പാട്ട് കണ്ട നമ്മൾക്ക് എല്ലാവർക്കും സന്തോഷം വന്നിട്ടുണ്ട്. അതിൽ ഉപരിയായിരിക്കും അവിടെ ഉണ്ടായിരുന്ന ഈ പറയുന്ന ആളുകൾക്ക് അതിൽ ഉപരി സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല. അപ്പൊ നിങ്ങളോട് ഇത്രയാണ് പറയാനുള്ളത്. അഫ്സലിനോടും ആ പെൺകുട്ടിയോടും ഇത്ര മാത്രമാണ് പറയാനുള്ളത്. നെഗറ്റീവ് കമന്റുകൾ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്തയും തള്ളയും തറവാടും ഇല്ലാത്ത മൊണ്ണകള് അങ്ങനെ കമന്റുകൾ ഇട്ടുകൊണ്ടേയിരിക്കും. അതിനെ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക. നിങ്ങളുടേതായ രീതിയിൽ മുൻപന്തിയിൽ വരിക എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇനിയും ഒരുപാട് പാട്ടുകൾ പാടി ജനഹൃദയങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ അഫ്സലിന് എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട്. ബൈ.